ഒരു ന്യൂറോട്ടിക്കായ മനുഷ്യൻ, ഇയാൾ ഇടയ്ക്ക് വയലൻ്റ് ആകും, ഏറെ സെൽഫിഷാണ്, കൂടെ ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇവനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിൻ്റെ സ്വഭാവം കൊള്ളുകയില്ല, മാറണം. എന്തിന്? കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു, എടാ ഇത് വൃത്തികെട്ട സ്വഭാവമാണ്, മാറണം. നാട്ടുകാർ പോലും പറയാൻ തുടങ്ങി. പക്ഷേ ഇവനെ ഏറ്റവും തകർത്ത് കളഞ്ഞത് ഇവൻ്റെ ഒരു കാമുകയുണ്ടായിരുന്നു. അവൾ അവസാനം സഹികെട്ടിട്ട് പറഞ്ഞു, എടാ നിൻ്റെ സ്വഭാവം മാറണം. അതോടെ അവൻ്റെ സർവ്വ പ്രതീക്ഷയും തകർന്നു. അങ്ങനെ മുന്നോട്ട് പോവുക ഏകാന്തനായിട്ട്. അങ്ങനെ ഇരിക്കുക. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവൾ ഒരു പ്രത്യേക അവസരത്തിൽ അവനോട് പറഞ്ഞു, നീ നിൻ്റെ സ്വഭാവം മാറ്റണ്ട, നീ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ തന്നെ നിന്നെ എനിക്കിഷ്ടമാണ്. അതോടെ അവൻ റിലാക്സ്ഡായി. അതോടെ അവൻ അവനിലേക്ക് തന്നെ വരാൻ തുടങ്ങി. അതോടെ അവൻ മാറാൻ തുടങ്ങി. എന്നിട്ട് അവനൊരിക്കൽ പറയുക, ആയിരിക്കുന്നത് പോലെ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങാൻ ഒരാളുണ്ടെങ്കിൽ മാറ്റം സാധ്യമാണ്. ഈശോ തോമസിനോട് അവസാനം പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ കാണാതെയുള്ള വിശ്വാസം, അതായത് പ്രത്യക്ഷമായ നന്മകളൊന്നും കാണാനില്ലാഞ്ഞിട്ടും ഒരാളെ വിശ്വാസം അർപ്പിക്കുക, പ്രത്യക്ഷമായ പോസിറ്റീവ് ക്വാളിറ്റീസ് ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും ട്രസ്റ്റ് ചെയ്യുക, അത്തരമൊരു വിശ്വാസത്തിൻ്റെ, അത്തരമൊരു വിശ്വാസം അർപ്പിക്കലിൻ്റെ, അത്തരമൊരു ട്രസ്റ്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ജീവൻ, വളർച്ച, മാറ്റം, നന്മ ഉത്ഭവിക്കുന്നത്. ഏറ്റവും ഇൻറ്റിമേറ്റായ റിലേഷൻഷിപ്സിൽ, ഏറ്റവും ഇൻറ്റിമേറ്റായ ബന്ധങ്ങളിൽ നടക്കുന്ന ഇതാണ് കാണാതെ ഉള്ള വിശ്വാസം. എത്ര മോശമാണെങ്കിലും വിശ്വസിക്കുന്ന അവസ്ഥ, അതാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.